ഇത് നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഒരു ഒരു അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം നേരത്തെ നടന്നുകൊണ്ടിരുന്ന സിസ്റ്റത്തിന്റെ ഫോളോ അപ്പ് മാത്രമാപ്പാ. ഈ പറയുന്ന ദ്വാരപാലക ശില്പവും ഒരുപക്ഷെ വാതിൽപ്പാടിയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുമ്പ് കൊടിമരത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെ ഇവിടെ നടന്നത് പറഞ്ഞിട്ടുണ്ട്. വലിയ വിഷയമാണ് അത്. നമ്മൾ പറയുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഗൂഢാലോചന കൊള്ള അല്ലെങ്കിൽ ഇത് വളരെ കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊടിമരത്തിന്റെ കാലത്ത് നടന്നിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. എന്ത് പറഞ്ഞിട്ടുണ്ട്? കൊടിമരത്തിന്റെ നിർമ്മാണത്തിന്റെ സമയത്തും ഇതേ ഫോർമാറ്റാണ് ഉപയോഗിച്ചിരുന്നത്. തന്ത്രി പറയുന്നു, ഇടനില നിൽക്കുന്നു, കൊടിമരത്തിനകത്ത് സ്വർണം പൂശാൻ ആൾ വരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ അവിടുത്തെ സ്പോൺസർഷിപ്പിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. ഈ സ്പോൺസർഷിപ്പിൽ വരുന്ന ആൾക്കാരുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട്, അല്ലെങ്കിൽ തന്ത്രി ആ ബന്ധം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ തന്ത്രിക്ക് ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിക്കുന്നത്. എന്തിനാ ഈ സ്പോൺസർഷിപ്പ് വരുന്ന ആൾക്കാരെ തന്ത്രി ബന്ധപ്പെടുന്നത്? അപ്പൊ മൊത്തത്തിൽ തന്ത്രി കുഴപ്പക്കാരനാണ്. കൊടിമരം ഇരുന്ന കാലം പുള്ളി ചൂണ്ടിക്കാണിക്കുന്നു. അതിനപ്പുറമുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ 18-ാം പടി മറ്റത് മറിച്ചൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണേ നോക്കിക്കൂ. ഏതായാലും കൃത്യമായിട്ട് ഇതല്ല, ഇതിന് മുമ്പേ നടന്നിരിക്കുന്നു കൊള്ള. ആ മുമ്പേ നടന്ന അതേ സ്ട്രാറ്റജിയിലാണ് ഈ കൊള്ള നടന്നത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ പാളികൾ? അതിനു മുമ്പ് കൊടിമരത്തിന്റെ സമയത്തും അങ്ങനെ ഉണ്ടെങ്കിൽ ആചാരത്തിന്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഹോൾഡ് ചെയ്യേണ്ട പല സാധനങ്ങളും ഈ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ, ആക്ഷേപം വന്നിട്ടില്ലല്ലോ. അതായത് ഇതിനകത്ത് ഈ പറയുന്ന കൊള്ളയല്ല, ഇതിനപ്പുറം കൊള്ളയുണ്ട്. ഈ പറയുന്ന കാര്യമല്ല, നേതാക്കന്മാരല്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല, ഇതിനു മുമ്പ് പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സിനു നമ്മളെ കഴിഞ്ഞ കുറെ ടോക്കുകളിൽ പറഞ്ഞ എന്തുകൊണ്ട് കോൺഗ്രസ്, എന്തുകൊണ്ട് BJP, അതായത് ഇത് പുറകോട്ട് പരിശോധിച്ചാൽ ഏറ്റവും അവസാനം 2007 തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന കാലം തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ തന്നെയും ഈ പറയുന്ന ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പരാതി വന്നിട്ടുള്ള ഒരു വാതിൽപ്പടിയുടെയും ഒരു ദ്വാരപാല ശില്പത്തിന്റെയും ഒന്നും അല്ല. ഒരുപക്ഷെ 18-ാം പടിയുടെയും ഒരുപക്ഷെ ഈ പറയുന്ന അവിടെ കൊടിമരത്തിൻ്റെയും ഒക്കെ രീതിയിലും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ഒക്കെ പല ആൾക്കാരും കൊള്ള നടത്തിയതിൻ്റെ കാര്യങ്ങൾ വ്യക്തത വരുത്തി വെളിയിൽ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.